ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് കേവലം 3-4 സെന്റ് സ്ഥലവും അതിലുള്ള ഒരു കൂരയുമല്ല, മറിച്ച് ആളുകൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ആ ജീവിതം കുറച്ചുകൂടി തൃപ്തികരമായി പുനഃസ്ഥാപിക്കാനുള്ള വിശാലമായ ആലോചന ഗവൺമെന്റ് ഉണ്ടാകുമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒരാൾ കൂടി ചെയ്യുകയാണ്. അദ്ദേഹം മുണ്ടക്കൈ മഹല്ല് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, സുലൈമാൻ ഖാൻ. ഒരു മഹല്ലാണ് ഈ ദുരന്തത്തോടെ ഇല്ലാതായത്. എന്താണ് നിലവിലെ സ്ഥിതി എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കും. നിഷാദിനെ ചോദിക്കാൻ തോന്നുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മഹലിൽ ഇപ്പോ ആളുകളോ പള്ളിയോ കമ്മിറ്റിയോ ഒന്നും ഇല്ല? കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി നിലവിൽ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പള്ളി നിങ്ങൾ കണ്ടല്ലോ, മുകളിലെ ആ പച്ച കളറുള്ള കല്ല് വന്ന് മുന്നിലിരുന്ന. അതെ 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 അതെ. അതിന്റെ തൊട്ടടുത്ത് മദ്രസ ഉണ്ട്. മദ്രസ ഞങ്ങൾ പൂർവാധികം നല്ല വൃത്തിയോട് കൂടിയിട്ട് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നുണ്ട്. മദ്രസ ഇപ്പൊ എവിടെയാണ്? മദ്രസ ഇപ്പം വയനാടിന്റെ പല ഭാഗത്തും കുട്ടികൾ പോകുന്നുണ്ട്. മദ്രസയ്ക്ക് കേട് പറ്റിയില്ല, മദ്രസ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഇനി പോകാൻ കഴിയില്ല. ഇനി ഒരിക്കലും താമസിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. ഒരു നാടൊന്നാകില്ലാതായില്ലേ, ഇനി എങ്ങനെ അവിടെ പോയി താമസിക്കുന്നത്? ഈ മഹൽ എന്ന് പറയുമ്പോൾ താമസിക്കുന്ന ആളുകൾ അവരുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ഡോക്യുമെന്റേഷൻ, വിശ്വാസവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ആളുകൾ പലയിടത്തായി ചെതറിക്കിടക്കാണ്. ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളി കമ്മിറ്റിന്റെ കീഴിൽ. മുണ്ടക്കൈ ജുമാ മസ്ജിദാണ്. മുണ്ടക്കൈ ജുമാ മസ്ജിദിന്റെ കീഴിൽ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിലൂടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അനൗൺസ് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും നടക്കും. ഇപ്പോൾ 31-ാം തീയതി ഞങ്ങൾ ഒരു അനുസ്മരണ പ്രാർത്ഥന സംഗമം വെച്ചിട്ടുണ്ട്. സമസ്തയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനാണ് അതിൽ ഉദ്ഘാടകൻ. അന്ന് മേപ്പാടി മൂപ്പനാടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അന്ന് എല്ലാവരും ഒരുമിച്ച് കാണും. ഒരു മുസ്ലിം ജമാഅത്ത് മഹല്ല് എന്ന നിലയ്ക്ക് നിങ്ങൾ വാട്സാപ്പ് വഴി പ്രവർത്തിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വാട്സപ്പ് മുഖേന എല്ലാവരും അറിയിക്കും. എല്ലാവരും എവിടെയൊക്കെ താമസിക്കുന്നു, അവരുടെയൊക്കെ ജീവിത സാഹചര്യം എന്താണ്, അതൊക്കെ നിങ്ങൾ കമ്മിറ്റി മോണിറ്റർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്? കറക്റ്റായിട്ട് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്ത് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഓക്കെ ആണോ ചോദിക്കുക. ഞാൻ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ, അതൊക്കെ ഞങ്ങൾ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഒരു നാടിന്ന് ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. രോഗികളുണ്ട്, അതിൽ മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, ഗൾഫിൽ പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, അങ്ങനെ അനേകം പ്രശ്നങ്ങളുണ്ട്. ഒരു മഹല്ല് എന്ന നിലയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ വന്നു കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും. അത് രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ പീപ്പിൾ ഫൗണ്ടേഷൻ, മുസ്ലിം ലീഗ്, കോൺഗ്രസ് പോലത്തെ പല സംഘടനകളും, പിന്നെ ഞങ്ങളെ MLA, അങ്ങനെ പല സംഘടനകളും ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ടല്ലേ ഞങ്ങൾ പിടിച്ചു നിന്നത് ഇതുവരെ, അല്ലാതെ കഴിയില്ലല്ലോ ഒരിക്കലും. അദ്ദേഹം ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരു മഹല്ല് എന്ന് പറയുമ്പോൾ ആ മഹലിന്റെ ആധാരശില എന്ന് പറയാൻ പറ്റുന്ന അവിടുത്തെ പള്ളിയാണ്. ആ പള്ളി മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഒരു വലിയ പ്രതീകമാണ് എന്ന് പറയാം. ആ പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വലിയ കല്ല് കണ്ടാൽ എന്തായിരുന്നു മുണ്ടക്കൈക്ക് സംഭവിച്ചെന്ന് മനസ്സിലാവും. എന്നെ ഇപ്പോൾ 6 അടിയിൽ കൂടുതൽ ഹൈറ്റുള്ള എന്നേക്കാൾ കൂടുതൽ ഉയരമുള്ളൊരു കല്ല് ഒഴുകി വന്നതാണ് 1.5 കിലോമീറ്റർ അപ്പുറത്തു നിന്ന്. അത് ആ പള്ളി തകർത്തു. ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതവും ജീവനും എല്ലാം തകർത്ത ഒന്നാണ്. ഇപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മഹലിലെ ആളുകൾ മുഴുവൻ ചിതറി പലയിടത്താണ് താമസിക്കുന്നത്. അവരെല്ലാം വാട്സാപ്പിൽ ആണ് കോർഡിനേറ്റ് ചെയ്ത് കൂട്ടായ്മയായി കൊണ്ടു നടക്കുന്നത് എന്നാണ് നമ്മൾ കണ്ട കാര്യം. ഷിത